നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഇന്ന് മ്യൂണിക്കിൽ വെച്ച് ഇൻ്റർ മിലാനും പാരീസ് സെൻ ജർമ്മനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ഈ കളിക്ക് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ കളി കൂടുതൽ ആവേശകരമായിരിക്കും. സ്റ്റാറ്റ്സ് മാറ്റർ. ഒന്നാമത്തെ കാര്യം, ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഒരു ഇംഗ്ലീഷ് ക്ലബ്ബോ സ്പാനിഷ് ക്ലബ്ബോ ജർമ്മൻ ക്ലബ്ബോ ഇല്ലാതെ ഫൈനൽ കളിക്കുന്നത് 20 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് 2004 ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അന്ന് പോർട്ടോയും മൊണോക്കോയും തമ്മിലാണ് ഫൈനൽ കളിച്ചത്. പോർട്ടോ 3-0 വിജയിച്ചുകൊണ്ട് കിരീടം ചൂടി. അപ്പോൾ 2 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു ഫൈനലാണിത്. ഇംഗ്ലീഷ് ടീമില്ല, സ്പാനിഷ് ടീമില്ല, ജർമ്മൻ ടീമില്ല. ഫൈനലിൽ ഒരു ഇറ്റാലിയൻ ടീമും ഒരു ഫ്രഞ്ച് ടീമുമാണ് കളിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പാരീസ് സെൻ ജർമ്മൻ ഈസ് ദി ഫസ്റ്റ് ഫ്രഞ്ച് ക്ലബ് ടു റീച്ച് ദി ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ട്വൈസ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്ന പേരിലേക്ക് ഈ ടൂർണമെൻറ്റ് മാറ്റിയതിന് ശേഷം 1992 ടൂർണമെൻറ്റ് റീബ്രാൻഡ് ചെയ്തതിന് ശേഷം യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ 2 തവണ എത്തുന്ന ആദ്യത്തെ ഫ്രഞ്ച് ടീമായിട്ട് PSG മാറിയിരിക്കുന്നു. നമുക്കറിയാം, ആ കോവിഡൊക്കെ ബാധിച്ച വർഷം നെയ്മർ ജൂനിയറുടെ മായാജാല പ്രകടനത്തിൽ PSG ഫൈനൽ വരെ എത്തിയത്. അന്ന് ഫൈനലിൽ പക്ഷേ ബയൺ മ്യൂണിക്കിനോട് ഒറ്റ ഗോളിന് തോറ്റു പുറത്തായി. ആ കപ്പ് നോക്കി നെയ്മർ നിരാശനായിട്ട് പോകുന്നൊരു കാഴ്ചയുണ്ട്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോഴും ആരാധകരുടെ മനസ്സിലുണ്ടാവും. ഏതായാലും അതിനുശേഷം അവർ വീണ്ടും എത്തുന്നു. സോ ചരിത്രത്തിലാദ്യമാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഒരു ഫ്രഞ്ച് ക്ലബ്ബ് 2 തവണ എത്തുന്നത്. ഇത് UCL എന്ന് റീബ്രാൻഡ് ചെയ്യുന്നത് 1992 അതിന് മുമ്പ് ഇങ്ങനെ 2 തവണ സംഭവിച്ചിട്ടുണ്ട്. അത് യൂറോപ്യൻ കപ്പിൽ ഫൈനലിൽ കളിച്ചിട്ടുള്ള 2 ടീമുകൾ. ഒന്ന് റീംസ് 1956 1959, മറ്റൊന്ന് മാഴ്സെ 1991 1993. അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, PSG ഇൻ്റർ മിലാനും ഒടുവിലായിട്ട് ബയൺ മ്യൂണിക്കിന് അലിയൻസ് അരീനയിൽ ചാമ്പ്യൻസ് ലീഗിൽ തോൽപ്പിച്ച 2 ടീമുകളാണ്. സോ ആ ടീമുകൾ തമ്മിൽ അലിയൻസ് അരീനയിൽ വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ ആര് ജയിക്കും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. മ്യൂണിക്കിനൊരു പ്രത്യേകതയുണ്ട്. പല ടീമുകളും തങ്ങളുടെ ആദ്യത്തെ യൂറോപ്യൻ കിരീടം ചൂടിയിട്ടുള്ളത് മ്യൂണിക്കിൽ വെച്ചാണ്. സോ മ്യൂണിക് ഈസ് ഫേമസ് ആസ് ദി സിറ്റി വെയർ എ ടീം ദാറ്റ് ഹാസ് നെവർ ബിഫോർ ബീൻ എ യൂറോപ്യൻ ചാമ്പ്യൻസ് ഹാസ് ഓൾവേസ് വൺ ദി ഫൈനൽ. ഇതിനു മുമ്പ് യൂറോപ്യൻ ചാമ്പ്യൻ ആവാത്ത ടീം യൂറോപ്യൻ ചാമ്പ്യനായിട്ട് മടങ്ങുന്ന സിറ്റി എന്ന ഒരു പ്രശസ്തി മ്യൂണിക്കിനുണ്ട്. എന്ന് പറഞ്ഞാൽ 1979 യൂറോപ്യൻ കപ്പ് നേടിയത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റാണ്. 1993 മാഴ്സെ, 1997 ബൊറൂസിയ ഡോട്ട്മുണ്ട്, 2012 ചെൽസി. സോ ഇതൊരു ഗുഡ് സൈനാണ്. PSG മ്യൂണിക്കിലേക്ക് എത്തുമ്പോൾ അവരുടെ ആദ്യത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം അവിടെ നിന്ന് നേടുമോ? അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. നോക്കുക, ഇൻ്റർ 3 തവണ കിരീടം ചൂടിയിട്ടുണ്ട്. PSG സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു മേജർ യൂറോപ്യൻ ട്രോഫിയെ ഇതുവരെ ഉള്ളൂ. അത് 1996 കപ്പ് വിന്നേഴ്സ് കപ്പ് നേടിയതാണ്. അന്ന് റാപ്പിഡ് വിയന്നയെ അവർ ഫൈനലിൽ തോൽപ്പിച്ചു. അതല്ലാതെ മറ്റൊരു മേജർ യൂറോപ്യൻ ട്രോഫി ഇല്ല. ഇൻ്റർ ആണെങ്കിൽ 3 തവണ കോമ്പറ്റീഷൻ വിജയിച്ചിട്ടുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്ക്, ഇത് ഇൻ്ററും PSG തമ്മിൽ ഏറ്റുമുട്ടുന്ന ആദ്യത്തെ ഒഫീഷ്യൽ മത്സരമാണ്. ഇതിനു മുമ്പ് ഇവർ 2 പേരും തമ്മിൽ ഒരു ഒഫീഷ്യൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയിട്ടില്ല. 2023 ഫൈനലിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി ആദ്യമായിട്ടാണ് ഒരു ഒഫീഷ്യൽ കോമ്പറ്റീഷനിൽ അന്ന് ഇൻ്റർ മിലാനെ നേരിട്ടിരുന്നത്. സോ അതും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലാണ്. ഇവിടെ വീണ്ടും അത് ആവർത്തിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, PSG വിൽ ബി ഫസ്റ്റ് ഫ്രഞ്ച് ക്ലബ് ടു ഫേസ് ഇൻ്റർ ഇൻ ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് സ്റ്റേജ് സിൻസ് മാഴ്സെ ഇൻ ദി റൗണ്ട് ഓഫ് 16 ഓഫ് 2011-2012. അന്ന് മാഴ്സെയാണ് കിരീടം ചൂടിയെന്ന കാര്യം കൂടി നോക്കണം. സോ കിരീടം ചൂടിയെന്നല്ല, ആ മത്സരം വിജയിച്ചത്, ആ ടൈയുടെ വിന്നർ മാഴ്സെ ആയിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഫ്രഞ്ച് ടീം ഇൻ്റർ മിലാനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ടിൽ നേരിട്ടത് 2011-12 റൗണ്ട് ഓഫ് 16 അന്ന് ഇൻ്റർ മിലാൻ പരാജയപ്പെട്ടു മാഴ്സയോട്. അതുപോലെ വീണ്ടും ഒരിക്കൽ കൂടി UCLൻ്റെ ഇമ്പോർട്ടൻ്റ് മത്സരത്തിൽ
ഒരു ഫ്രഞ്ച് ടീം ഇൻ്റർ മിലാനെ നേരിടുകയാണ്. വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയിൽ ഫ്രഞ്ച് ടീമിൻ്റെ ആരാധകർ, PSG ആരാധകരിക്കുന്നു. ഇനി എടുത്തു പറയേണ്ട പേര് ലൂയിസ് എൻറിക്കെ. PSG യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതേപോലെ റാഫ ബെനീറ്റസിനും പെപ് ഗാർഡിയോളക്കുമൊപ്പം എത്തുകയാണ് ഈ കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ ഒരു നോൺ സ്പാനിഷ് ടീമിനെ യൂറോപ്യൻ കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തിച്ച കോച്ചുമാരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പാനിഷ് കോച്ചുമാരുടെ ലിസ്റ്റ്. സ്പെയിനുകാരാണ്, പക്ഷേ ഒരു നോൺ സ്പാനിഷ് ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കുന്നു. ആ ലിസ്റ്റിൽ ഇപ്പോൾ ലൂയിസ് എൻറിക്കെ കൂടി വരുന്നു. നേരത്തെ റാഫ ബെനീറ്റസ് ലിവർപൂളിനൊപ്പവും പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പവും അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത ലൂയിസ് എൻറിക്കയുടെ മറ്റൊരു കാര്യം കൂടി, അദ്ദേഹം വിൽ ബിക്കം 6th സ്പാനിഷ് കോച്ച് വിത്ത് മൾട്ടിപ്പിൾ യൂറോപ്യൻ കപ്പ് ഓർ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽസ്. അപ്പം 6th സ്പാനിഷ് കോച്ച് ആവുകയാണ്. ഇപ്പോൾ മിഗ്വൽ മുനോസും പെപ് ഗാർഡിയോളയും 4 തവണ അത്തരത്തിലേക്കുള്ള ഒരു നേട്ടത്തിലെത്തിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസെ വില്ലോങ്ക, വിൻസെൻ്റ് ഡെൽബോസ്ക്, റാഫ ബെനീറ്റസ് എന്നിവർ 2 തവണ UCLൻ്റെ ഫൈനൽ കളിച്ചിട്ടുണ്ട് കോച്ചുമാരായിട്ട്. സോ അങ്ങനെ 5 പേരുണ്ടായിരുന്നു ആ ലിസ്റ്റിൽ. ആ ലിസ്റ്റിലേക്ക് ഇതാ 6ാമനായിട്ട് ലൂയിസ് എൻറിക്കെ കൂടി വരികയാണ്. ദെൻ അടുത്തത്, ലൂയിസ് എൻറിക്കെ ഹാസ് വൺ സോ ഫാർ ഈച്ച് ഓഫ് ഹിസ് 10 ഫൈനൽസ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ക്ലബ്ബ് ലെവലിൽ കളിച്ചിട്ടുള്ള എല്ലാ ഫൈനലുകളും, അദ്ദേഹം കോച്ചായിട്ട് കളിച്ചിട്ടുള്ള 10 ഫൈനലുകളിലും അദ്ദേഹം കിരീടം ചൂടിയിട്ടുണ്ട് ഒഫീഷ്യൽ കോമ്പറ്റീഷനുകളിൽ. ആകെ അദ്ദേഹം തോറ്റിട്ടുള്ളത് ദേശീയ ടീമിൻ്റെ കോച്ചായപ്പോഴാണ്. സ്പെയിനിൻ്റെ കോച്ചായപ്പോൾ 2021 ഫ്രാൻസിനെതിരെ നേഷൻസ് ലീഗിൻ്റെ ഫൈനൽ തോറ്റു. അപ്പോൾ ആ ക്ലബ്ബിലെ റെക്കോർഡ് അദ്ദേഹം ഇവിടെയും തുടരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫ്രഞ്ച് ക്ലബിൻ്റെ കോച്ച് 6 കിരീടങ്ങൾ, ഡൊമസ്റ്റിക് കോമ്പറ്റീഷനിൽ 6 കിരീടങ്ങൾ നേടുക എന്ന് പറഞ്ഞാൽ ട്രോഫി ഡെസ് ചാമ്പ്യൻസും കോപ്പ് ഡി ഫ്രാൻസും ഫ്രഞ്ച് ലീഗും അദ്ദേഹം 2024 25 സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുക, PSG ക്യാൻ ബിക്കം ദി ഫസ്റ്റ് ഫ്രഞ്ച് ടീം ടു വിൻ എ ട്രബിൾ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ട്രബിൾ നേടുക എന്ന് പറഞ്ഞാൽ ലീഗ് 1, അതുപോലെ തന്നെ അവിടുത്തെ കോപ്പ ഡി ഫ്രാൻസ്, പിന്നെ ചാമ്പ്യൻസ് ലീഗ്. ഇത് സെയിം സീസണിൽ ഈ നേട്ടത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ടീമാവാനുള്ള സുവർണാവസരം, ആദ്യത്തെ ഫ്രഞ്ച് ടീമാവാനുള്ള സുവർണാവസരമാണ് PSG ലഭിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ലൂയിസ് എൻറിക്കെ ഓൾറെഡി ട്രബിൾ നേടിയിട്ടുള്ള ആളാണ് 2015 FC ബാഴ്സലോണക്കൊപ്പം. അപ്പോൾ ഇന്ന് വിജയിച്ചുകൊണ്ട് വീണ്ടും ഒരു ട്രബിൾ നേടുകയാണെങ്കിൽ അദ്ദേഹം പെപ് ഗാർഡിയോളക്കൊപ്പം ഈക്വലാവും. പെപ് ഗാർഡിയോള 2 തവണ ട്രബിൾ നേടിയിട്ടുണ്ട്. അത് 2009 ബാഴ്സലോണക്കൊപ്പവും 2023 മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പവുമാണ്. അതുപോലുള്ള റെക്കോർഡിലേക്ക് ലൂയിസ് എൻറിക്കയ്ക്ക് പോകാനുള്ള സുവർണാവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്റർ 26 ഗോളുകളാണ് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ നേടിയത്. അത് അവരുടെ സിംഗിൾ സീസണിലെ ഏറ്റവും ഉയർന്ന ഗോൾ സ്കോറിൻ്റെ കണക്കാണ്. ആ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ്. 2022-2023 സീസണിലും അവർ UCL 26 ഗോൾ അടിച്ചിട്ടുണ്ട്. എന്നാൽ PSG 26 33 ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഈ ചാമ്പ്യൻസ് ലീഗിൽ. എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ ഏതൊരു ഫ്രഞ്ച് ടീമിൻ്റെ കണക്കെടുത്താലും അതിനേക്കാൾ ഉയർന്ന കണക്കാണ് PSG എന്നർത്ഥം. ദെൻ 3 പതിറ്റാണ്ടുകൾ കടന്നുപോയി ഒരു ഫ്രഞ്ച് ക്ലബ്ബ് യൂറോപ്യൻ കോമ്പറ്റീഷൻ്റെ ഫൈനലിൽ ഗോൾ അടിച്ചിട്ട്. അതിന്ന് PSG ആ ഡ്രൗട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും ഒടുവിൽ ഗോൾ അടിച്ചത് ഡാനിയൽ ഡ്യൂറ്റ്യൂലാണ്. ബോഡക്സിന് വേണ്ടി ബയൺ മ്യൂണിക്കിനെതിരെ യുവേഫ കപ്പ് ഫൈനലിൽ 1996 മെയ് 15 ആ ഗോൾ വന്നത്. ഇനി യുവേഫ സൂപ്പർ കപ്പ് കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഈ കണക്ക് ഒരല്പം കൂടി മുന്നോട്ട് വരുമെന്നേ ഉള്ളൂ. അത് 1997 ഫെബ്രുവരി 5 യുവൻറ്റസിനെതിരെ PSG-ക്കായിട്ട് റായി ഗോൾ അടിച്ചപ്പോഴാണ്. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കണക്കുകളാണ്. PSG വിജയിച്ച് കയറുമോ അതല്ല ഇൻ്റർ മിലാൻ വിജയിച്ച് കയറുമോ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.